സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് കിടക്കുകയാണ്. ആദ്യം ശ്രീ എം ടി രമേശ്, ഭയപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും പോലീസ് പറയിച്ചു എന്നാണ് സുബീഷ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ വാർത്താ സമ്മേളനം ആരുടെ പ്രലോഭനത്തിലാണ്? ഇന്ന് സുബീഷ് വാർത്താ സമ്മേളനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മൊഴിയാണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചാണ് പറഞ്ഞത്. ഇത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നലെ നിങ്ങൾ കേരളത്തിലെ ചില മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയപ്പോൾ ആ വാർത്തയോടുള്ള പ്രതികരണമായിട്ടാണ് ഇന്ന് വന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ ഒരു 2 മാസം മുമ്പ് ഇങ്ങനൊരു മൊഴി കൊടുത്തിട്ടുണ്ട് എന്ന വാർത്ത വന്നപ്പോൾ തന്നെ കേരളത്തിലെ ചില മാധ്യമങ്ങളോട് സുബീഷ് തന്നെ സ്വകാര്യ ഇൻ്റർവ്യൂവിൽ ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ ആവർത്തനമാണ്. ഇന്ന് കുറച്ചുകൂടി കാര്യങ്ങൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയത്, പ്രലോഭിപ്പിച്ചത്. 2 പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഓഫീസർമാർ നേതൃത്വം കൊടുത്തിട്ടാണ്. ഗൗരവതരമായൊരു വിഷയം ഇതിൽ. ഈ പോലീസ് ഓഫീസർമാർ ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചത്? ഒരാളുടെ പേരിൽ ഒരു കുറ്റകൃത്യം സ്വയം ഏറ്റെടുക്കാൻ അദ്ദേഹത്തെ ജോലി വാഗ്ദാനം ചെയ്യുന്നു. ആദ്യം അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നു, തല്ലുന്നു, അതിനുശേഷം ജോലി വാഗ്ദാനം ചെയ്യുന്നു. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ക്രിമിനൽ ഗൂഢാലോചന പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയത്? കേരളത്തിലെ ഇടതുപക്ഷ ഭരണകൂടം എങ്ങനെയാണ് പോലീസുകാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കള്ളക്കേസ് ചമക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്. കാരണം ഫസൽ വധക്കേസിലെ അന്വേഷണം എന്നുള്ളത് അന്വേഷണത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘട്ടം മുഴുവനും തന്നെ LDF ഗവൺമെൻറ് കാലത്താണ്. അന്നൊന്നും ഉയരാത്ത സംശയം ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ എങ്ങനെ ഉയർന്നു? അതിനെക്കുറിച്ച് എന്തുകൊണ്ട് കേരളത്തിൽ ആരും ചർച്ച ചെയ്യുന്നില്ല? കാരണം നിങ്ങൾ തന്നെ ഇവിടെ ചൂണ്ടിക്കാണിച്ചു, CBI അല്ല ഫസൽ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളെ പിടിച്ചത് കോടിയേരി ബാലകൃഷ്ണ പോലീസാണ്. അത് CPM ആണ്. പോലീസിന്റെ ഭാഗത്ത് കടുത്ത പീഡനം ഏറ്റുകൊണ്ടാണ് താൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് വാർത്താ സമ്മേളനത്തിൽ സുബീഷ് പറയുന്നുണ്ട്. പക്ഷെ ആ ദൃശ്യങ്ങൾ താങ്കളും കണ്ടിരിക്കും. അടിയേറ്റ് പോലീസ് തൂക്കിയിട്ടു എന്നൊക്കെയാണ് പറയുന്നത്. തലയിൽ കൂടി എരിയുന്ന ദ്രാവകമൊഴിച്ചു. ഇങ്ങനെയുള്ള പീഡനമുറകൾക്കെല്ലാം അതിനൊക്കെ ശേഷം ഇത്ര ദീർഘമായി പോലീസിനോട് സ്വകാര്യ സംഭാഷണത്തിൽ എന്ന പോലെ വളരെ വിശദമായ കാര്യങ്ങൾ പറയുകയാണ്. അത് പോലീസ് ഭീഷണിപ്പെടുത്തിയിട്ടാണെന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാനാവും ശ്രീ എം ടി രമേശ്? അല്ല, പോലീസ് ഭീഷണിപ്പെടുത്തി 4-5 പ്രാവശ്യം റിഹേഴ്സൽ നടത്തിയിട്ട് ഒരു സിനിമ സംവിധാനം ചെയ്യും പോലെയാണ് എന്നെ കൊണ്ട് പറയിച്ചെന്ന് സുബീഷ് പറഞ്ഞല്ലോ. പോലീസ് 19 തീയതി മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുകയാണ്. ഒരു ദിവസത്തിനിടയ്ക്ക് 5-8 പ്രാവശ്യം റിഹേഴ്സൽ എത്ര തവണ താൻ പറഞ്ഞു എന്ന് തന്നെ തനിക്ക് അറിയില്ല എന്ന് പറയുന്നുണ്ട്. ഇത്രയ്ക്കും സ്വാഭാവികതയോടെ തന്മയത്വത്തോടു കൂടി എങ്ങനെയാണ് ഇങ്ങനെ പറയാൻ സാധിക്കുക? ഒന്നുകിൽ അദ്ദേഹം വളരെ നല്ല നടനാണ്. നടൻ അദ്ദേഹമല്ല സ്മൃതി. അദ്ദേഹത്തെ കൊണ്ട് തല്ലി പറയിപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നടന്മാർ. ഞാൻ പറയുന്നത് തല്ലി പറയിച്ചു എന്ന് വിശ്വസിക്കാനാവണ്ടേ? തല്ലി പറയിച്ച രീതിയേ നിങ്ങളെങ്ങനെ പറയാ? അപ്പൊ അല്ലല്ല, ഒരാള് പരസ്യമായിട്ട് വന്ന് പറയുകയാണ് എന്നെ തല്ലിയിട്ടാണ് പറയിച്ചത്. അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആദ്യം പറയുന്നത് വിശ്വസിക്കാം. നിങ്ങളുടെ വിശ്വാസവും വിശ്വാസക്കേടും നിങ്ങളുടെ മനസ്ഥിതിക്കനുസരിച്ചാണ് കാര്യങ്ങൾ പോകുന്നത്. പുറത്തു വന്ന വീഡിയോ താങ്കൾ പൂർണ്ണമായും കണ്ടോ? അല്ല, പോലീസുകാർ അങ്ങനെ ഭീഷണിപ്പെടുത്തി അവര് തയ്യാറാക്കുന്ന തിരക്കഥയ്ക്കനുസരിച്ച് ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ പറയിപ്പിച്ചല്ലോ. സ്മൃതി തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. മോഹനൻ വധക്കേസിലാണ് സുബീഷിനെ പിടിച്ചത്. ശരി, ആ കാര്യം മാത്രം ചോദിക്കുന്നില്ല. അവരോട് ചോദിക്കാനുള്ള കാര്യങ്ങളാണ് താങ്കളോട് ചോദിക്കാനുള്ള കാര്യങ്ങളാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. അല്ല, അങ്ങനെ എന്നോട് ആവശ്യം വേറെ കാര്യം, അവരോട് വേറെ കാര്യം എന്നില്ല. നാം ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത്. അല്ലാതെ ഓരോരുത്തരോട് പ്രത്യേകം ചോദിക്കാനുള്ള സ്വാഭാവികത അത് മനസ്സിലാകുന്നില്ല. ഈ പീഡനം വ്യക്തമാകുന്നില്ല. ഈ കേസിൽ ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു സുബീഷിനെ ക്രൂരമായിട്ട് മർദ്ദിച്ച് അയാളെ കൊണ്ട് പറയിച്ച മൊഴിയാണ് എന്ന്. പുറത്തു വന്ന ഉടനെ തന്നെ സുബീഷ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴല്ല പറയുന്നത്. ഇന്ന് പറയാൻ കാരണം ആ വീഡിയോയുടെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട്. അത് ശരി തന്നെയാണ്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ പോലീസ് വളരെ രസകരമായി തന്നെ സംസാരിക്കുന്നു, ചിരിക്കുന്നു, പോലീസിനോട് കുശലം പറയുന്നു, തമാശ പറയുന്നു. അതിനിടയ്ക്ക് പറയുന്നുണ്ട് CPM-നെ വെല്ലുവിളിയാകേണ്ടത്, ഇതെങ്ങനെയാണത് RSS ഇക്കാര്യത്തിൽ ഇടപെടുന്നതെന്ന് പോലീസ് ചിരിച്ചു ചോദിക്കുന്നുണ്ട്. അത് നിങ്ങൾ കേൾക്കൂ എന്ന് പറഞ്ഞ് വീണ്ടും പറയുകയാണ്. അതുപോലെ ഈ വാഹനത്തിൽ കൊല്ലാൻ പോകുന്ന ഒരു വഴി പെട്ടെന്ന് അയാൾക്ക് ഓർമ്മ വരുന്നില്ല. അത് ജഗന്നാഥ ക്ഷേത്രത്തിന് അടുത്താണെന്ന് തോന്നുന്നു ആ വഴി. അപ്പോൾ പോലീസ് മറ്റൊരു വഴി പറഞ്ഞു കൊടുക്കുന്നു. അല്ലല്ല, ആ വഴിയല്ല, ഈ വഴിയാണെന്ന് പറയുന്നു. ഇതൊക്കെ എത്ര സ്വാഭാവികമായിട്ട് അഭിനയിക്കുകയാണോ? അടി കിട്ടിയ ശേഷം, തൂക്കിയിട്ട ശേഷം, തലയിലൂടെ ദ്രാവകം ഒഴിച്ച ശേഷം. ഞാൻ ചോദിക്കട്ടെ സ്മൃതി, തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ.
ഫസൽ വധം കഴിഞ്ഞ് ഇത്രയും കാലത്തിന് ശേഷം പോലീസുകാരുടെ മുമ്പിൽ ഇതൊക്കെ തുറന്നു പറയുന്നത് ഇയാൾക്കെന്താ മാനസാന്തരം? ഒരു സാമാന്യ ലോജിക്കില്ലേ? ഇത്രയും നാൾ ഈ കാര്യമൊന്നും പറയാത്ത ഒരാൾ മോഹനൻ വധക്കേസിൽ പിടിച്ചുടനെ തന്നെ പോലീസുകാരുമായി ചായ നടത്തി ഞാനിത് ആ ഫസലിനെ കൊന്നിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് എന്ന് ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സ്മൃതി വിശ്വസിക്കുന്നത്? താങ്കൾ ഇപ്പോൾ സുബീഷിനെ തള്ളി പറയുന്നുണ്ടോ? സുബീഷിന് മർദ്ദനമേറ്റിട്ട് തന്നെയാണ് ഇത്തരം വളരെ ചിരിച്ചുകൊണ്ടും പോലീസിനോട് കുശലം പറയുന്ന രീതിയിലും കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? അതോ സുബീഷിനെ തള്ളി പറയുന്നുണ്ടോ? ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, ഞാൻ മാത്രമല്ല എല്ലാവരും വിശ്വസിക്കുന്നു, ഈ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി, അതായത് മോഹനം വധവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരാളെ നേരത്തെ പ്രീ പ്ലാൻഡ് അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സന്ദർഭത്തിൽ CPM പറഞ്ഞിരുന്നു LDF വരികയാണെങ്കിൽ ഫസൽ കേസിൽ വലിയ വഴിത്തിരിവുണ്ടാവുമെന്ന് പരസ്യമായിട്ട് അവർ പറഞ്ഞതാണ്. അതിനടിസ്ഥാനത്തിൽ ഈ കേസിൽ നിന്ന് നേതാക്കന്മാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവരുണ്ടാക്കിയ നാടകമാണ്. അതിന് ഇയാളെ പിടിച്ചുകൊണ്ടുപോകുന്നു, ഭീഷണിപ്പെടുത്തുന്നു, ക്രൂരമായി മർദ്ദിക്കുന്നു, അങ്ങനെ ഉണ്ടാക്കിയതാണ്. അത് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം തന്നെ, അതായത് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയപ്പോൾ പുറത്തു വന്ന ഉടനെ തന്നെ പരസ്യമായി സുബീഷ് ഇത് പറഞ്ഞതാണ്. എങ്ങനെയാണ് അയാളെ ഭീഷണിപ്പെടുത്തി ക്രൂരമായി മർദ്ദിച്ച് ഇങ്ങനെ മൊഴിയെടുപ്പിച്ചത്, ഇങ്ങനെ മൊഴി പറയിച്ചെന്ന് അയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കൊരു കാര്യമുണ്ട്, ഈ കാര്യത്തിൽ സുബീഷ് പറഞ്ഞത് മാത്രമല്ല, അതിനപ്പുറത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് അന്വേഷിക്കണം. പോലീസ് ആ കാര്യത്തിൽ BJP ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം. അതിന് താങ്കൾ വ്യക്തമായ മറുപടി പറയുന്നില്ല. മറ്റു ചോദ്യങ്ങൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇന്നലെ കോടിയേരി പറഞ്ഞത് ദുരഭിമാനം വെടിയണം CBI എന്നാണ്. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ദുരഭിമാനം വെടിയണം CBI എന്നാണ്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസിനോട് നടത്തിയിരിക്കുന്ന ദീർഘമായ സംഭാഷണം, മൊഴി എന്ന് പറഞ്ഞുകൂടാ, ദീർഘമായ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പുനഃപരിശോധിക്കാൻ CBI തയ്യാറാകണം, അല്ലെങ്കിൽ നീതിന്യായ വ്യവസ്ഥയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് അതെന്നാണ് ഇന്നലെ കോടിയേരി പറഞ്ഞത്. ഇന്നിപ്പോൾ വാർത്താ സമ്മേളനത്തിന് ശേഷം CPM എടുക്കുന്ന നിലപാടെന്താണ്? സുബീഷിൻ്റെ കുറ്റസമ്മത മൊഴി പൂർണ്ണമായി കാണുന്ന ഏതൊരാൾക്കും പറയാൻ വേണ്ടി കഴിയും. അദ്ദേഹം അത് സ്വയമേവ നടത്തിയിട്ടുള്ള, അദ്ദേഹത്തിന് തുറന്നു പറയാനുള്ള കാര്യങ്ങൾ പോലീസിനോട് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കുറ്റസമ്മത മൊഴിയാണ്. ഈ കുറ്റസമ്മത മൊഴിക്ക് ശേഷം അവിടെ കോടതിയിൽ അദ്ദേഹം ഹാജരാകുന്നുണ്ട്. കോടതിയിൽ ഹാജരാകുന്ന സമയത്ത് ഒരു സന്ദർഭത്തിലും പോലീസ് എന്നെ ഏതെങ്കിലും രൂപത്തിൽ അന്യായമായ നിലക്ക് പീഡിപ്പിച്ചു എന്ന കാര്യം അദ്ദേഹം പറയുന്നില്ല. എന്ന് മാത്രമല്ല, പോലീസ് എന്നെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് 2 തവണ ആ മൊഴിയുടെ ഭാഗമായിട്ട് സുബീഷ് പറയുന്നുണ്ട്. മാത്രമല്ല, യഥാർത്ഥത്തിൽ ഇത് വെളിപ്പെട്ടിരിക്കുന്നത് സുബീഷിൻ്റെ കുറ്റസമ്മത മൊഴി മാത്രമല്ല. ഈ കുറ്റസമ്മത മൊഴി വരുന്നതിന് ഏതാണ്ട് 2 വർഷക്കാലം മുമ്പ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായി നടത്തിയിരിക്കുന്ന ഒരു ഫോൺ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖ കൂടി ഇന്ന് കോടതിയിൽ ആധികാരികത ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഞാൻ ചോദിച്ചത്, ഇന്നിപ്പോൾ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നു, താങ്കൾ ഈ തുറന്നു പറഞ്ഞു എന്ന് പറയുന്ന അതേ ആൾ ഇന്ന് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ മറിച്ച്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇനി നിങ്ങൾ ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് എന്താണ്? സുബീഷ് പറഞ്ഞത് കേൾക്കൂ എന്നാണല്ലോ ഇന്നലെ പറഞ്ഞത്. സുബീഷ് പറഞ്ഞത് ഇന്നും കേട്ടു. സുബീഷ് പറഞ്ഞത് കേൾക്കണം. സുബീഷ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, സുബീഷ് നേരത്തെ നീതിന്യായ പീഠത്തിന് മുമ്പിൽ ഈ കാര്യങ്ങൾ സംബന്ധിച്ച് പറഞ്ഞ രേഖകളെല്ലാം കോടതിയുടെ കയ്യിലുണ്ട്. അത് വെച്ചുകൊണ്ട് ഈ കാര്യം അന്വേഷിക്കണമെന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്ന് മാത്രമല്ല, ഇതിപ്പോൾ നടക്കുന്നത് RSSകാർ ഈ കേസിൻ്റെ ഭാഗമായിട്ട് കുടുങ്ങാൻ വേണ്ടി പോകുന്നു എന്നുള്ള നില വരികയാണ്. കാരണം ഈ കേസിൽ പ്രതിയായിട്ട് പറഞ്ഞിരിക്കുന്ന ഷിനോജ് RSSൻ്റെ ആളുകളെ കണ്ട് ഈ കാര്യത്തിൽ തന്നെ രക്ഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ രക്ഷിക്കാൻ ആവശ്യമായിട്ട് ഇടപെടൽ RSSൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ RSS ഉൾപ്പെടെ ഈ കേസിനകത്ത് പ്രതിയായി വരാൻ വേണ്ടി പോകുന്നു എന്ന് കണ്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൻ്റെ മേലെ ഇങ്ങനെ നിർബന്ധിച്ച് ഒരു പത്രസമ്മേളനം നടത്തിക്കാൻ വേണ്ടിയിട്ട് RSS മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത്. എന്ന് മാത്രമല്ല, CPM പ്രലോഭിപ്പിച്ച് നേരത്തെ പോലീസിനോട് സംസാരിച്ചു എന്നുമാകാമല്ലോ. അതാണിപ്പോൾ BJP ഉന്നയിക്കുന്ന ഒരു കാര്യം, CPMന്റെ പോലീസ് എന്ന്. ഇന്ന് സുബീഷ് പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ ചുറ്റും പോലീസുകാർ കൂടി നിൽക്കുന്നു, അദ്ദേഹത്തെ ഭീകരമായിട്ട് മർദ്ദിച്ചിരിക്കുന്നു, തല കീഴായി തൂക്കിയിട്ടിരിക്കുന്നു, അതുപോലെ തന്നെ വെള്ളം തലയിൽ ഒഴിച്ചിരിക്കുന്നു, ഇതെല്ലാം പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ വീഡിയോ നോക്കുന്ന ആർക്കും തന്നെ പറയാൻ വേണ്ടി കഴിയും അങ്ങനെ ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. പ്രലോഭനവും പറയുന്നുണ്ടല്ലോ, പ്രലോഭനവും ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ടല്ലോ, ഭാര്യയ്ക്ക് ജോലി, വേണ്ട പണം ഒക്കെ പറയുന്നുണ്ട്. പ്രലോഭനം എന്ന് പറയുന്നത് പോലീസിന് ഏതെങ്കിലും ഒരു പ്രതിയെ പ്രലോഭിപ്പിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഇവിടെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന കാര്യം
ഇവിടെ CPM-നെ പോലീസ് ആർക്ക് വേണ്ടി പ്രലോഭിപ്പിച്ചു എന്നതാണ് ചോദ്യം. പോലീസ് ആരെങ്കിലും പ്രലോഭിപ്പിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു വസ്തുതയുമില്ല. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ഉണ്ടായിട്ട് വെളിപ്പെടുത്തലുകൾ, ഷിനോജിന്റെ തന്നെയുള്ള ഫോൺ സംഭാഷണത്തിന്റെ രേഖ കോടതിയുടെ മുമ്പിലുണ്ട്, അത് പോലീസിന്റെയും മുമ്പിലുണ്ട്. അതെല്ലാം വെച്ചുകൊണ്ട് ഈ കേസ് പരിശോധിക്കുന്ന ആർക്കും പറയാൻ വേണ്ടി കുറ്റപത്രം സമർപ്പിച്ചതാണല്ലോ ഈ കേസിൽ. CBI എന്തുകൊണ്ട് അന്വേഷിക്കാതിരിക്കുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ IPC 195 വകുപ്പനുസരിച്ച് ഒരു കേസിനകത്ത് കള്ളസാക്ഷി ഉണ്ടാക്കുന്നതും അതുപോലെ അന്യായമായ നിലക്കുള്ള തെളിവുണ്ടാക്കുന്നതും ശിക്ഷാർഹമായിട്ടുള്ള കുറ്റമാണ്. ഇപ്പോൾ ആവർത്തിച്ച് പറയപ്പെടുന്ന ഈ വീഡിയോയുടെ നിയമസാധുത അത് തന്നെയാണ് പ്രധാനം. അഡ്വക്കേറ്റ് CP ഉദയഭാനു, പോലീസിന് നൽകിയ ദീർഘമായ മൊഴി എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് CPM വലിയ വെല്ലുവിളി RSSനെതിരെ നടത്തുന്നത്. ഇക്കാര്യത്തിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസ് പുനരന്വേഷിക്കണമെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണോ പോലീസ് വീഡിയോയിൽ എടുത്തുകൊണ്ട് പ്രതിയെ ചോദ്യം ചെയ്യുക? ഈ നിലയ്ക്കാണോ, ഇപ്പോൾ പുറത്തു വന്ന വീഡിയോയുടെ നിലയ്ക്കാണോ? സ്മൃതി, ഈ കാര്യത്തിൽ ഇതിന്റെ ഒരു ആദ്യഘട്ടം പരിശോധിക്കേണ്ടതുണ്ട്. ഫസൽ വധക്കേസിൽ CBI അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കുറ്റപത്രം സമർപ്പിച്ച ഒരു കേസിൽ അതിന്റെ ഇനി ആ കുറ്റപത്രം ശരിയാണോ എന്ന് പരിശോധിക്കേണ്ട 2 ഘട്ടങ്ങൾ അതേ വിചാരണ കോടതിയിലാണുള്ളത്. അത് ഒന്ന്, ഈ കുറ്റപത്രം നിലനിൽക്കുമോ എന്ന പ്രതികളുടെ കൂടെ വാദം കേട്ട ശേഷം, പ്രോസിക്യൂഷന്റെ വാദം കേട്ട ശേഷം കോടതി തീരുമാനിക്കുന്ന CRPCയിലെ 227 വകുപ്പ് പ്രകാരമുള്ള ഒരു ഘട്ടം. 2 വിചാരണയുടെ ഘട്ടം. ഈ 2 ഘട്ടത്തിനിടയിലോ 2 ഘട്ടത്തിന് മുൻപോ ഏതെങ്കിലും ഒരു അവസരത്തിൽ പുറമേ നിന്നുള്ള ഒരാൾ താനാണ് ഈ കുറ്റകൃത്യം ചെയ്തത്, അല്ലെങ്കിൽ തന്റെ കൂടെ പങ്കാളിത്തത്തിൽ ഈ കുറ്റകൃത്യം ഉണ്ടായിട്ടുള്ളതാണ്, ഇപ്പോൾ CBIയുടെ കുറ്റപത്രത്തിൽ ആരോപിക്കപ്പെട്ട രീതിയിലല്ല ഇതിന്റെ യഥാർത്ഥത്തിലുള്ള സംഭവങ്ങൾ നടന്നത് എന്ന ഒരു വെളിപ്പെടുത്തൽ വന്നു എന്ന് വിചാരിക്കുക. ആ വെളിപ്പെടുത്തൽ കോടതി സ്വീകരിക്കണമോ അന്വേഷണ ഏജൻസി സ്വീകരിക്കണമോ എന്നുള്ള ഒരു നിലപാട് വരുമ്പോ കോടതിയെ സംബന്ധിച്ചിടത്തോളം കോടതിക്ക് മുമ്പിലെത്താത്തൊരു വസ്തുത സ്വീകരിക്കപ്പെടേണ്ടതില്ല എന്നത് തന്നെയാണ് അതിന്റെ ഉത്തരം. അന്വേഷണ ഏജൻസിയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസി ആയതുകൊണ്ട് ഈ വെളിപ്പെടുത്തൽ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കേരള പോലീസിന്റെ മുൻപിലാണ്. കേരള പോലീസ് ഇതേ സംബന്ധിച്ച് അന്വേഷിച്ച് ആ ഒരു ഘട്ടം വരുമ്പോ ഇത് സ്വാഭാവികമായിട്ടും ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വിധേയമാകേണ്ട നിലയ്ക്ക് ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ 2 രീതിയിലാണ് അതിനെ സമീപിക്കേണ്ടത്. ഒന്ന്, അത് കോടതിയിൽ ഇതില് ബന്ധപ്പെട്ട ആളുകൾക്ക്, ഈ സംശയമുള്ള ആളുകൾക്ക് വിചാരണ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. വിചാരണ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് പരിഹാരമില്ലെങ്കിൽ മേൽക്കോടതി എന്ന നിലയിൽ ഹൈക്കോടതി എത്തിക്കാം. അതിന്റെ ഒരു രണ്ടാമത്തെ ഘട്ടം, ഇതിൽ ഈ പറയുന്ന വെളിപ്പെടുത്തുന്ന ആൾക്ക് തന്നെ സ്വമേധയാ ഇത് ഈ പ്രകാരമാണ് നടന്നിരിക്കുന്നത്, എനിക്ക് ഈ കാര്യത്തിൽ കൂടുതൽ വെളിപ്പെടുത്താനുണ്ട്, ഞാൻ പറഞ്ഞതിനെ സംബന്ധിച്ച് പുനരന്വേഷണമോ തുടരന്വേഷണമോ നടത്തേണ്ടതുണ്ട്, അത് കോടതി തീരുമാനിക്കുന്നതാണ്. താങ്കൾ പറഞ്ഞു വരുന്നത് ഇനിയിപ്പോൾ ഈ കാര്യങ്ങളിൽ മുന്നോട്ട് നീങ്ങണമെങ്കിൽ സുബീഷ് വിചാരിക്കണം. തീർച്ചയായിട്ടും അതിലേക്ക് ഞാൻ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇവിടെ ഈ സുബീഷ് എന്ന വ്യക്തിയുടെ വെളിപ്പെടുത്തൽ മൂലം ഈ കേസിന്റെ ഘടനാപരമായി ഇതിനെ ബാധിക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും ഫസൽ വധക്കേസിന്റെ വിചാരണ നടക്കുമ്പോൾ കോടതിക്ക് മുൻപിൽ സംശയാസ്പദമായിട്ടൊരു സാഹചര്യം ഉയരും എന്നതിൽ യാതൊരു സംശയമില്ല. ഇപ്പോ ഈ സുബീഷ് എന്ന് പറയുന്നയാള് ഒരുപക്ഷെ ഇപ്പോ ആ വെളിപ്പെടുത്തൽ ശരിയല്ല എന്ന് പറയുന്നുണ്ടാകാം, എന്നെ പോലീസ് ഉപദ്രവിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്നെല്ലാം പറയുന്നുണ്ടെങ്കിൽ തന്നെയും അവിടെ വളരെ പ്രസക്തമായ ചോദ്യം ശ്രീമതി സ്മിതി നേരത്തെ ഉയർത്തിയത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒന്ന്, ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് വരില്ല എന്നുള്ള ഒരു കാര്യം. രണ്ടാമത്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നാളിൽ വരെ ഒരു അധികാര സ്ഥാനത്തും എന്നെ പോലീസ് ഉപദ്രവിച്ച ശേഷമാണ് ഞാൻ ഇപ്രകാരം ഒരു മൊഴി 164 പ്രകാരം കൊടുക്കാൻ ഇടമുണ്ട് എന്ന് ഒരു പരാതി പോലും കൊടുത്തില്ല? എന്തുകൊണ്ട് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിയെ സമീപിച്ചില്ല? പക്ഷേ അതിന്റെ ആധികാരികതയെ കുറിച്ച് കൂടി താങ്കൾ പറഞ്ഞു തരേണ്ടതുണ്ട്. ആ ദൃശ്യത്തിന്റെ ആധികാരികത നിയമപരമായി നിലനിൽക്കുന്നതാണോ ആ വീഡിയോ? അന്വേഷണ ഘട്ടത്തിൽ പോലീസ് മൊഴി രേഖപ്പെടുത്തുമ്പോൾ അതൊരു പ്രതിയുടെ കുറ്റസമ്മത മൊഴിയുടെ പരിശുദ്ധി മാത്രമേ അതിനുള്ളൂ, സാങ്ക്ടിറ്റി മാത്രമേ ഉള്ളൂ. അതൊരു തെളിവായി സ്വീകരിക്കാവുന്ന കാര്യമേ അല്ല. അത് അന്വേഷണത്തിന് സഹായകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി, മറ്റ് തെളിവ് ശേഖരണത്തിന് വേണ്ടി ഉപയോഗിക്കാനേ പാടുള്ളൂ.